ഹേ ഗായ്സ്, ഫിഷ് സേക്കൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് മീൻകാരൻ വന്നപ്പോൾ കുറച്ച് ചാള വാങ്ങിയിട്ടാ നമുക്ക് ചാള നന്നാക്കി കറി ഉണ്ടാക്കാട്ടോ. നമുക്ക് ഓരോ ചാളയായിട്ട് നന്നാക്കി വൃത്തിയാക്കി എടുക്കാം. നല്ല കടപ്പുറം ചാളയാട്ടോ, അതോടെ നാട്ടിക എന്ന് പറഞ്ഞാൽ ബീച്ചിൽ നിന്ന് കൊണ്ടുവരുന്ന ചാളയാട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. ഗൈസ്, അപ്പോൾ നമ്മൾ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞോട്ടോ. അപ്പോൾ നമുക്കിനി കഴുകിയെടുക്കാം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോണത് ഇതിൻ്റെ ഒപ്പം കൊള്ളി പുഴുങ്ങി സെറ്റാക്കാൻ പോകട്ടോ. അപ്പോൾ ചാളയും കൊള്ളിയാണ്, ചിലയിടത്തിന് മത്തി എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. നമ്മുടെ ചാള എന്നാണ് പറയുന്നത്. കഴുകിയെടുക്കാം. ഏകദേശം അപ്പോൾ നമ്മൾ മീൻ നമ്മൾ നന്നായി കഴുകിയെടുക്കാൻ പറ്റും. 2 വട്ടം കഴുകിയിട്ട് ഇപ്പോൾ 3ാമത്തെ വട്ടമായിട്ട് കിടക്കണം. അപ്പോൾ നമുക്ക് കഴുകി വീണ്ടും വേറൊരു പാത്രത്തിൽ ഇടാം. പലിഞ്ഞിണ്ട് കേട്ടോ. നല്ല പലിഞ്ഞിനുള്ള ചാളിയാണ് വാങ്ങിക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ കൊള്ളിയൊക്കെ വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടാ നമുക്കിനി കഴുകിയെടുക്കാം. നമ്മുടെ വീട്ടിൽ വളർത്തിയ കൊള്ളി തന്നെ കേട്ടോ, നല്ല നാടൻ കൊള്ളിന്. ഗൈസ്, അപ്പോൾ നമ്മൾ കൊള്ളി നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ടായിരിക്കും ഇടാൻ പോണ്. ഗൈസ്, അപ്പോൾ നമ്മളിത് കൂട്ടാനത്തിനുള്ള പരിപാടി നോക്കാട്ടോ. അപ്പോൾ നമ്മളിത്തിരി വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല നമ്മളിത് ഉലുവ പൊട്ടിക്കാൻ പോകാട്ടോ. ഉലുവ ഇട്ടുണ്ട്. സബോള ഇട്ട് കേട്ടോ. അപ്പോൾ അപ്പുറത്ത് കൊള്ളി വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമുക്കപ്പം സവാള നന്നായിട്ട് വഴച്ചെടുക്കാം. നല്ല ഗോൾഡൻ കളറായിട്ട് വരട്ടെ. ഏകദേശം നമ്മുടെ സബോളയുടെ കളറൊക്കെ പറയുന്നുണ്ടോ. വേറെ തക്കാളി ഇട്ടുള്ളത്. നമ്മൾ തക്കാളി കുട്ടപ്പന്മാരെ ഇടാൻ പോയിട്ട് പച്ചമുളക് നമ്മൾ നട് കയറിയിട്ടില്ല കേട്ടാ, അതിൽ കിടന്ന് കണ്ടോളും. അപ്പൊ ഈ കുറച്ചു നേരം ഇത് ഇങ്ങനെ എടുത്തിട്ടോ. ഇഞ്ചി ചതച്ചതാണ് കേട്ടോ ഇടാൻ പോണത്. ഇഞ്ചി ചതച്ചത്, ഇഞ്ചിപ്പൂണ്ട്. അപ്പോൾ നമ്മളിതിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി 100 ഗ്രാമാണ്. മുളക് പൊടി 100 ഗ്രാം മുളക്. വെള്ളം ഒഴിക്കാനേ വെള്ളം ഒഴിക്കാ ആസ്പരിന്റെ കുപ്പി എടുത്തറ. അപ്പോൾ നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ. നല്ല പച്ച തണ്ണി. നല്ല കുടംപുളിയുടെ ചാറ്. അപ്പോൾ നമ്മൾ ചാള ഇടാൻ പോവാട്ടോ. നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ചാറ്. നല്ല ചാള, നല്ല ചാള.
വിലപ്പരിഞ്ഞ് നമുക്കൊരു കറിവേപ്പിട്ട് എടുത്തിട്ടുണ്ടാവും. ഗൈസ്, അപ്പോൾ നമ്മുടെ കറിയൊക്കെ സെറ്റ് ആയി വന്നിട്ട് അപ്പോൾ നമ്മൾ മിക്സ് ആക്കാൻ പോകട്ടോ കൊള്ളിയിലേക്ക്. നമ്മുടെ കൊള്ളി പുഴുങ്ങിയത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും മിക്സ് ആക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുത്തി ഒഴിക്കാം നമ്മുടെ ചാറ്. അത് നമുക്കൊന്ന് ഇളക്കി എടുക്കാം കേട്ടോ, മിക്സ് ആക്കി എടുക്കാം. നല്ല മണ്ണൊക്കെ വന്നു തുടങ്ങിയിട്ട് ഇപ്പോൾ അടിപൊളി സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ട്. ചാള പൊളിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ചാറും കൊള്ളിയും കൂട്ടിയിട്ട് വേണ്ടതാണോ എനിക്ക് കൊള്ളിയും കൊള്ളിയും നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിൽ സാധനം നോക്കിയ ഉള്ളി ചാളയും ഒന്ന് മച്ചാനെ ഒരു രക്ഷയില്ലാത്ത കടിയാ.